ഹലോ ഓൾ, എല്ലാവർക്കും ബോട്ടണി മാസ്റ്റേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിനു മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ചിട്ടായിരുന്നു അല്ലേ. അപ്പം അവിടെ നിർത്തിയിട്ട് പിന്നെ നമുക്കൊരു ഗ്യാപ്പ് വന്നു. നമ്മൾ പിന്നെയും ക്ലാസ്സുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരസൈറ്റിക് പ്രോട്ടോസോവൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മുടെ സിലബസിൽ 3 പാരസൈറ്റിക് പ്രോട്ടോസോവൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക, പിന്നെ ട്രിപ്പനോസോമ ഗാംബിയൻസ്, പിന്നെ പ്ലാസ്മോഡിയം വൈവാക്സ്. ഈ 3 കുറിച്ച് അതിൻ്റെ മോർഫോളജി, ലൈഫ് സൈക്കിൾ, പ്രൊഫൈലാക്സിസ്, പാത്തോജെനിസിറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ HSCയുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ എന്ന് പറയുന്ന മാസങ്ങളിൽ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാമെന്നാണ് PSC കലണ്ടർ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പഠിക്കാൻ തുടങ്ങിയെന്ന് കരുതുകയാണ്. നമുക്കപ്പോൾ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പാരസൈറ്റിക് പ്രോട്ടോസോവനിലുള്ള എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്കനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക. എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്നത് ഒരു ആന്തരപരാതമാണ്. ഓക്കെ, മനുഷ്യനിൽ ആന്തരപരാതമായിട്ടുള്ള ഒരു പാരസൈറ്റിക് പ്രോട്ടോസോവനാണ് എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക. ആൻഡ് അവർ കോസ് ചെയ്യുന്ന ഡിസീസാണ് ഡിസെൻറ്ററി അമീബ. ഓക്കെ, ഡിസെൻറ്ററി അമീബ അല്ലെങ്കിൽ അമീബിയാസിസ് ഒക്കെ കോസ് ചെയ്യുന്നത് ആരാണ്? എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്കയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വയ്ക്കുക, പഠിക്കുക. ഓക്കെ, സോ ഡിസെൻറ്ററി അമീബ കോസ് ചെയ്യുന്നത് എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്കയാണ്. ഇനി ഇവർ നമ്മുടെ മനുഷ്യനിലെ വൻകുടലിൻ്റെ ല്യൂമനിലും അതുപോലെ തന്നെ അതിൻ്റെ ശ്ലേഷ്മസ്തരത്തിലും അതിൻ്റെ സബ്മ്യൂക്കൽ ലെയറിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. എവിടെയാണ്? വൻകുടലിൻ്റെ ല്യൂമൻ, ശ്ലേഷ്മസ്തരം, സബ്മ്യൂക്കോസൽ ലെയർ, ഇത്രയും ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇനി ഇവരുടെ മോർഫോളജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോർഫോളജിക്കലി അവർ 3 ഡിസ്റ്റിങ്ക്റ്റ് ഫോമിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇമ്പോർട്ടൻ്റ് ആണ്. മോർഫോളജിക്കലി അവരെ 3 ഡിസ്റ്റിങ്ക്റ്റ് ഫോമിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന് ട്രോഫോസോയിഡ് ഫോം, പ്രീ സിസ്റ്റിക് ഫോം, സിസ്റ്റിക് ഫോം. ഓക്കെ, ഏതൊക്കെയാണ്? ട്രോഫോസോയിഡ് ഫോം, പ്രീ സിസ്റ്റിക് ഫോം ആൻഡ് സിസ്റ്റിക് ഫോം. ഇതിൽ ഫുള്ളി മെച്ചുവേർഡ് ആയിട്ടുള്ള ഫോമാണ് ട്രോഫോസോയിഡ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഫുള്ളി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഫീഡിങ് ആയിട്ടുള്ള ടൈപ്പാണ് ട്രോഫോസോയിഡ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇത്രയും ക്ലിയർ ആയെന്ന് ഞാൻ കരുതുകയാണ്. ഈ ട്രോഫോസോയിഡ് ഫോമിന് 2 മോർഫോളജിക്കൽ ഫോംസ് കൂടി ഉണ്ട്. ഓക്കെ, അതിന് 2 ഇന്റർചേഞ്ചബിൾ ഫോംസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് മാഗ്ന, പിന്നെ ഒന്ന് മൈന്യൂട്ട. അതിൻ്റെ ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ട്രോഫോസോയിഡ് ഫോമിന് 2 ഇന്റർചേഞ്ചബിൾ ഫോമായിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന് മാഗ്ന, പിന്നെ ഒന്ന് മൈന്യൂട്ട. സോ ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? മാഗ്ന എന്നുള്ളത് കുറച്ചുകൂടി ലാർജ് ആണല്ലേ. സോ മാഗ്ന ലാർജ് ആണ്, മൈന്യൂട്ട സ്മോൾ ആണ്. ആൻഡ് പിന്നെ പറയുന്നത് ഈ മാഗ്ന എന്നുള്ളത് ഹാംഫുൾ ആണ്. ഓക്കെ, മനുഷ്യനിൽ രോഗം കോസ് ചെയ്യുന്ന ഫോമാണ് ഈ മാഗ്ന എന്ന് പറയുന്നത്. ഇൻറ്റെസ്റ്റൈനൽ വാളിലൊക്കെ അൾസറേഷനും കാര്യങ്ങളൊക്കെ കോസ് ചെയ്യുന്ന ഫോമാണ് മാഗ്ന. ആൻഡ് അവർ ഹെമറ്റോഫാഗസ് ആണ്. ഹെമറ്റോഫാഗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തകോശങ്ങളെ ഭക്ഷിക്കുന്ന തരത്തിലുള്ള കോശങ്ങളാണ്. ഓക്കെ, സോ മാഗ്ന എന്ന് പറയുന്നത് ആണ് ഹാംഫുൾ ആയിട്ടുള്ളത്. അവർ ഹെമറ്റോഫാഗസ് ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞു മൈന്യൂട്ട് എന്താ? ചെറുതാണ്. അതുപോലെ തന്നെ അവർ ഹാംലെസ് ആണ്. ഇൻറ്റെസ്റ്റൈനൽ ല്യൂമനിൽ തന്നെ ജീവിക്കുന്നവരാണ് ഈ മൈന്യൂട്ട ഫോംസ്. ചെറുതാണ്, ഹാംലെസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് അവരുടെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബോഡി ഇറഗുലർലി ഷേപ്പ്ഡ് ആണല്ലേ. അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേക സ്ട്രക്ചറൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണെന്ന് പറയാം. അതുപോലെ ദർ ബോഡി ഈസ് ഡീലിമിറ്റഡ് ബൈ പ്ലാസ്മലമ്മ. ഔട്ടർ ആയിട്ടുള്ള ഏതാണ്? പ്ലാസ്മലമ്മയാണ് അവരുടെ ബോഡി കവർ ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് സൈറ്റോപ്ലാസത്തിനെ നോക്കിക്കഴിഞ്ഞാൽ സൈറ്റോപ്ലാസത്തിനെ എക്ടോപ്ലാസം എന്നും അതുപോലെ തന്നെ എൻഡോപ്ലാസം എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൈറ്റോപ്ലാസത്തിനെ എക്ടോപ്ലാസം എന്നും എൻഡോപ്ലാസം എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എൻഡോപ്ലാസത്തിലാണ് ഫുഡ് വാക്യൂൾസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഈ മാഗ്ന ഫോമിൽ കുറച്ചും കൂടി ക്ലിയർ ആണ്. മാഗ്ന ഫോമിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫുഡ് വാക്യൂൾസ് ഒക്കെ എക്ടോപ്ലാസത്തിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ എക്ടോപ്ലാസത്തിൻ്റെ ഫുഡ് വാക്യൂളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഇൻജസ്റ്റഡ് RBC ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു ഈ മാഗ്ന ഫോം എന്ന് പറയുന്നത് ഹെമറ്റോഫാഗസ് ആണ്. അവർ
RBCനൊക്കെ അല്ലേ രക്തകോശങ്ങളെ ഭക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ഇത്തരത്തിൽ അവർ ഭക്ഷിച്ചിട്ടുള്ള രക്തകോശങ്ങളൊക്കെ ഈ ഫുഡ് വാക്യൂൾസിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്മലെമ്മ ഉണ്ട്, സൈറ്റോപ്ലാസത്തിനെ എക്ടോപ്ലാസം എൻഡോപ്ലാസം എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എൻഡോപ്ലാസത്തിലാണ് ഫുഡ് വാക്യൂൾസ് ഉള്ളത്, ഇൻജസ്റ്റഡ് RBC സെൽസ് ഒക്കെ കാണുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്തത് ട്രോഫോസോയിഡ് ഫോമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത് പ്രീസിസ്റ്റിക് ഫോം ഉണ്ട്, സിസ്റ്റിക് ഫോം ഉണ്ട്. പ്രീസിസ്റ്റിക് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇന്റർചേഞ്ചബിൾ അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്ററി ഫോമാണ്. നമ്മുടെ ട്രോഫോസോയിഡ് ഫോമിന്റെയും സൈറ്റിക് ഫോമിന്റെയും ഇടയിലുള്ള ഒരു ഇന്റർചേഞ്ചബിൾ ട്രാൻസിസ്റ്ററി ഫോമാണ് പ്രീസിസ്റ്റിക് ഫോം എന്ന് പറയുന്നത്. അത് ഒരു സ്ഫെറിക്കൽ ഷേപ്ഡ് ആണ്, അതുപോലെ ല്യൂമനിൽ തന്നെയാണ്. ഓക്കെ, ഇൻറ്റസ്റ്റൈനൽ ല്യൂമനിൽ തന്നെയാണ് പ്രീസിസ്റ്റിക് ഫോമും കാണുന്നത്. അടുത്തത് സിസ്റ്റിക് ഫോം. സിസ്റ്റിക് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻസിസ്റ്റഡ് സ്റ്റേജ് ആണ്. ഓക്കെ, ഒരു എൻസിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റേജ് ആണ് സിസ്റ്റിക് ഫോം എന്ന് പറയുന്നത്. ആൻഡ് അതും നമുക്ക് കാണാൻ പറ്റുന്നത് ഹ്യൂമനിലെ ഇൻറ്റസ്റ്റൈനൽ ല്യൂമനിലാണ്. ഓക്കെ, മനുഷ്യനിലുള്ള ഇൻറ്റസ്റ്റൈനൽ ല്യൂമന്റെ തന്നെയാണ് സിസ്റ്റിക് ഫോമും കാണാനായിട്ട് സാധിക്കുന്നത്. അതിനും ഒരു സ്ഫെറിക്കൽ ഷേപ്പ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മോർഫോളജിയിൽ പറയുന്നത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി നമ്മൾ അതിൻ്റെ ലൈഫ് സൈക്കിളിലേക്ക് കിടക്കുകയാണ്. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ, അതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് ഒരു വരച്ചിട്ടുള്ളൊരു ഡയഗ്രമാണ്, കുറച്ചുകൂടി ഈസിലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഇങ്ങനെ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സോ നമുക്ക് ലൈഫ് സൈക്കിൾ ഡിസ്കസ് ചെയ്യാം. ലൈഫ് സൈക്കിൾ നോക്കുന്ന സമയത്ത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇൻറ്റസ്റ്റൈനൽ ല്യൂമൻ ആണ്. ഈ രണ്ടും ഇൻറ്റസ്റ്റൈനൽ വാളാണെന്ന് കൺസിഡർ ചെയ്യാം. സോ മനുഷ്യനിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഏതാണ് നമ്മുടെ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക മനുഷ്യനിലേക്ക് പ്രവേശിക്കുന്നത് ഒരു ടെട്രാ ന്യൂക്ലിയേറ്റഡ് ഫോമിലാണ്. ടെട്രാ ന്യൂക്ലിയേറ്റഡ് സിസ്റ്റ് ഫോമാണ്. ഈ ഫോമിലാണ് മനുഷ്യനിലേക്ക് പ്രവേശിക്കുന്നത്. എങ്ങനെ പ്രവേശിക്കുന്നു? ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ. ഇത്തരത്തില് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ വാട്ടർ വഴി മനുഷ്യനിലേക്ക് എത്തുന്നത് ടെട്രാ ന്യൂക്ലിയേറ്റഡ് സിസ്റ്റ് എന്ന് പറയുന്ന രൂപത്തിലാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. സോ മനുഷ്യന്റെ ശരീരത്തിനകത്തെത്തി, അത് സ്റ്റൊമക്കിലെത്തി. പക്ഷെ അവിടുത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും അത് നശിക്കുന്നില്ല. വീണ്ടും മുന്നിലോട്ട് പോയി നമ്മുടെ ഭക്ഷണത്തിന്റെ കൂടെ അകത്തേക്ക് പോയി ഒരു സ്റ്റേജിലെത്തുമ്പം നമ്മുടെ സീക്കത്തിലോ അല്ലെങ്കിൽ ഇലിയത്തിന്റെ അവസാന ഭാഗത്തോ ഒക്കെ എത്തുന്ന സമയത്ത് മെല്ലെ അതിന്റെ സിസ്റ്റ് പൊട്ടി ന്യൂക്ലിയസ് പുറത്തു വരാൻ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പൊ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് എക്സിസ്റ്റ്മെന്റ് നടക്കണം. എന്താണ് എക്സിസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? എക്സിസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റ് പൊട്ടി ആ ന്യൂക്ലിയസ് ഒക്കെ പുറത്ത് വരുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എക്സിസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സിസ്റ്റ് നശിച്ചു പോവുക അല്ലെങ്കിൽ പൊട്ടിപ്പോവുക എന്നുള്ള ഒരു അവസ്ഥ എവിടെ വെച്ച് നടക്കുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ സീക്കം അല്ലെങ്കിൽ ഇലിയത്തിന്റെ ടെർമിനൽ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇത് നടക്കുന്നത്. ഇപ്പൊ എന്ത് സംഭവിച്ചു? എക്സിസ്റ്റ്മെന്റ് നടന്ന് 4 ന്യൂക്ലിയസ് പുറത്തെത്തി. നമ്മൾ പറഞ്ഞു ടെട്രാ ന്യൂക്ലിയേറ്റ് സിസ്റ്റ് ഫോമിലാണ് അകത്തെത്തിയത്. അപ്പം അതിൻ്റെ ഉള്ളിൽ 4 ന്യൂക്ലിയസ് ഉണ്ട്. എക്സിസ്റ്റ്മെന്റ് കഴിഞ്ഞാൽ ഈ 4 ന്യൂക്ലിയസും പുറത്തെത്തി. ഓക്കെ, അപ്പൊ 4 മെറ്റാസിസ്റ്റുകൾ ഫോം ചെയ്തു. ക്ലിയർ ആയല്ലോ? 4 മെറ്റാസിസ്റ്റുകൾ ഇപ്പൊ ഫോം ചെയ്തു. ഈ 4 മെറ്റാസിസ്റ്റിന് ബൈനറി ഫിഷൻ നടന്നിട്ട് 8 ന്യൂക്ലിയസ് ഫോം ചെയ്തു. ഓക്കെ, ഈ 4 മെറ്റാസിസ്റ്റിന് ബൈനറി ഫിഷൻ നടന്ന് 8 മെറ്റാസിസ്റ്റിക് ഫോം ചെയ്തു. ആൻഡ് ഈ 8 മെറ്റാസിസ്റ്റിന് നമ്മൾ മെറ്റാസിസ്റ്റിക് ട്രോഫോസോയിറ്റ് എന്ന് പറയും അല്ലെ? കാരണം ട്രോഫോസോയിറ്റ് ആണ് ഉള്ളിലേക്ക് പ്രവേശിച്ചത്. അപ്പം 8 ന്യൂക്ലിയസ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം നമ്മൾ 8 മെറ്റാസിസ്റ്റിക് പ്രോട്ടോസോയിറ്റ് ഫോം ചെയ്തു എന്ന് പറയാം. ഇനി ഇതിന് ഓരോന്നിനും എന്ത് സംഭവിച്ചു? എൻസിസ്റ്റേഷൻ സംഭവിക്കുകയാണ്. അതായത് മെല്ലെ ഒരു വാൾ ഇങ്ങനെ ഫോം ചെയ്യാണ് അതിന് ചുറ്റും. അപ്പം എന്ത് സംഭവിച്ചു? അതൊരു മെച്ചുറായി വരാൻ തുടങ്ങി. ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഒരു വാൾ ഫോം ചെയ്തു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻസിസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഫോം ചെയ്തു. അപ്പൊ എന്താണ്? ഒരു എൻസിസ്റ്റേഷൻ ഉണ്ടായി. ഇനി ഇതിന് ഒന്നല്ലെങ്കിൽ മാഗ്നയായിട്ടോ അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റും. മാഗ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഫോമാണ്, മൈന്യൂട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഫോമാണ് അല്ലെ? അതായത് ഇൻഫെക്റ്റ് ചെയ്യാത്ത ഹാംലെസ് ആയിട്ടുള്ള ഫോമാണ് മൈന്യൂട്ട എന്നുള്ളത്. അതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള ഫോമാണ് മാഗ്ന എന്നുള്ളത്. ഇനി ഇത് മൈന്യൂട്ട ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ അത്
നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരത്തില്ല, വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതങ്ങനെ ആ സൈക്കിള് കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളും. ഇനി ഇത് മാഗ്നയായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് എങ്കിൽ അത് പ്രശ്നമാവും. ഓക്കെ, അപ്പോൾ മാഗ്നയായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നു വെച്ചെങ്കിൽ ഇതിൽ ചിലതൊക്കെ ഇൻറ്റസ്റ്റൈനൽ വാളിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് പോകും. ഓക്കെ, ഇൻറ്റസ്റ്റൈനൽ വാളൊക്കെ അങ്ങ് ഭേദിച്ച് കടന്ന് ഉള്ളിലോട്ട് പോവുകയും ഇതാണ് ഇൻറ്റസ്റ്റൈനൽ അമീബിയാസിസ് കോസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ മാഗ്ന ഫോം ആണ് ഫോം ചെയ്യുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും? അത് ഇൻറ്റസ്റ്റൈനൽ വാളിലേക്ക് പ്രവേശിക്കുകയും അവിടെ ഇൻറ്റസ്റ്റൈനൽ അമീബിയാസിസ് കോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നടക്കുന്നത്. ഇനി മാഗ്നയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം, അതായത് ബാക്കി പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. സോ ഇവരെന്ത് ചെയ്യുന്ന വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രീ സിസ്റ്റിക് സ്റ്റേജിലേക്ക് എത്തും. ഓക്കെ, ഏത് സ്റ്റേജിലേക്ക് എത്തും? പ്രീ സിസ്റ്റിക് സ്റ്റേജിലേക്ക് എത്തും. പ്രീ സിസ്റ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ട്രാൻസിസ്റ്ററി സ്റ്റേജ് ആണ്, സ്ഫെറിക്കൽ ആയിട്ടുള്ള സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. ഈ പ്രീ സിസ്റ്റിക് സ്റ്റേജിൽ നിന്ന് അവർ നേരെ എൻസിസ്റ്റഡ് ആവും. എൻസിസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സിസ്റ്റ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് എത്തും. ഇപ്പം അത് യൂണിന്യൂക്ലിയേറ്റഡ് ആണ്, അല്ലെ? ഒറ്റ ന്യൂക്ലിയസേ അതിനകത്തുള്ളൂ. അതിനുശേഷം അതിന് 2 മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിക്കും. ഓക്കെ, 2 മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ചിട്ട് ഏത് ഫോമിലെത്തും? ടെട്രാന്യൂക്ലിയേറ്റ് ഫോമിലെത്തും. ഓക്കെ, ടെട്രാന്യൂക്ലിയേറ്റ് സിസ്റ്റ് ഫോമിലെത്തും. അതായത് അണുബാധയുള്ള രൂപമാണ് ഈ ടെട്രാന്യൂക്ലിയേറ്റ് സിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇവരെന്ത് ചെയ്യും? ഇവർ ഹ്യൂമൻ വേസ്റ്റിലൂടെ സോയിലേക്ക് കടക്കും. ആൻഡ് ഈ ഒരു സൈക്കിൾ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് വരും. ഇതാണ് നമ്മുടെ എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്കയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്കയുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരൊറ്റ ഹോസ്റ്റിലാണ്. ഏതാണ് ആ ഒരു ഹോസ്റ്റ് എന്ന് പറയുന്നത്? മാൻ, അല്ലേ? ഹ്യൂമണിലാണ് എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്കയുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആൻഡ് അവരുടെ ഇൻഫെക്റ്റീവ് ഫോം ഏതാ? ഇൻഫെക്റ്റീവ് ഫോം എന്ന് പറയുന്നത് ആ ഒരു ടെട്രാന്യൂക്ലിയേറ്റ് ഫോമാണ്, അല്ലെ? 4 ന്യൂക്ലിയസ് ഉള്ള ഒരു സിസ്റ്റിക് ഫോമാണ് ഇൻഫെക്റ്റീവ് ഫോം എന്ന് പറയുന്നത്. ആൻഡ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്, അല്ലെ, മനുഷ്യനിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ വാട്ടർ വഴിയാണ്. ഓക്കെ, മനുഷ്യനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഹ്യൂമൻ വേസ്റ്റിലൂടെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി നമുക്കതിൻ്റെ പാത്തോജെനിസിറ്റിയിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു അതെന്താണ് കോസ് ചെയ്യുന്നത്? ഡിസെൻറ്ററി അമീബയാണ് കോസ് ചെയ്യുന്നത്. ഈ ഒരു എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും രോഗം കോസ് ചെയ്യണമെന്നില്ല, അല്ലേ? കാരണം മാഗ്ന ഫോമും ഉണ്ട്, മൈന്യൂട്ട ഫോമും ഉണ്ട്. അതിൽ മാഗ്ന ഫോം ആണെങ്കിൽ മാത്രമാണ് ഇവർ ഡിസീസ് കോസ് ചെയ്യുന്നുള്ളൂ, അല്ലേ? അപ്പം അത് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. എല്ലായ്പ്പോഴും രോഗം കോസ് ചെയ്യണമെന്നില്ല, മാഗ്ന ഫോം ആണെങ്കിൽ മാത്രമാണ് അവർ കോസ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ പറഞ്ഞു മാഗ്ന ഫോം ആയി കഴിഞ്ഞാൽ അവർ ഇൻറ്റസ്റ്റൈനൽ വാളൊക്കെ ബ്രേക്ക് ചെയ്ത് പോകുമെന്ന് പറഞ്ഞു. ബ്രേക്ക് ചെയ്ത് ഇൻറ്റസ്റ്റൈനൽ അമീബിയാസിസ് കോസ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ ആ ഒരു വാൾ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന എൻസൈമസ് ആണ് ഹിസ്റ്റോലൈസിൻ. ഓക്കെ, ഹിസ്റ്റോലൈസിൻ എന്ന് പറയുന്ന എൻസൈം, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ഈ ഹിസ്റ്റോലൈസിൻ എന്ന് പറയുന്ന എൻസൈം വഴി ആ ഒരു വാൾ ഡിസോൾവ് ചെയ്തിട്ടാണ് ഇവർ നമ്മുടെ അമീബിയാസിസ്, ഡിസെൻട്രി അമീബ കോസ് ചെയ്യുന്നത് എന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പം അത്രയുമാണ് പാത്തോജെനിസിറ്റിയിൽ പറയാനുള്ളത്. ഇനി പ്രൊഫൈലാക്സിസ്, അല്ലേ? അടുത്ത പ്രൊഫൈലാക്സിസിൽ പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റുകളൊന്നുമില്ല, മനുഷ്യൻ മാത്രമാണ് ഹോസ്റ്റ് ആയിട്ടുള്ളത്. സോ മനുഷ്യൻ്റെ വേസ്റ്റിലൂടെയാണത് പുറത്തെത്തുന്നതെന്ന് പറഞ്ഞു. കണ്ടാമിനേറ്റഡ് ഫുഡ് വഴിയാണ് മനുഷ്യനിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു. സോ എന്ത് ചെയ്യണം? നമ്മൾ ഫുഡിലൊക്കെ ശ്രദ്ധിക്കണം, അല്ലേ? ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ നല്ല നോൺ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. ഭക്ഷണം ചൂടാക്കി കഴിക്കുക. അങ്ങനെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു പ്രൊഫൈലാക്സിസ് ഒന്നും നമുക്കിതിൽ പറയാനായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്കനെ കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.